അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളിൽ ശരിയായി വിശ്വസിക്കുന്ന ആളുകളുടെ 5 വിശിഷ്ട ലക്ഷണങ്ങളെ കുറിച്ചാണ്. നാം പ്രത്യേകം മനസ്സിരുത്തേണ്ടതും പ്രവർത്തനങ്ങളിൽ വരുത്തേണ്ടതുമായ വിശിഷ്ട ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 5 ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഗുണം, അള്ളാഹുവിന്റെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങളാവാം അല്ലെങ്കിൽ ഖുർആൻ വചനങ്ങളാവാം, അവ മുഖേന ഉപദേശം നൽകപ്പെട്ടാൽ അവർ അത് സശ്രദ്ധം കേൾക്കുന്നതാണ്. ഭക്തി ബഹുമാനത്തോടുകൂടി അവർ അത് അനുസരിക്കുന്നതാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അത് അനുഷ്ഠിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ഗർവ് നടിക്കുകയില്ല എന്നുള്ളതാകുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവം സത്യത്തോടും ഉപദേശത്തോടും ആദരവ് കാണിക്കുന്നതായിരിക്കും. വാക്കിലും പെരുമാറ്റത്തിലും വിനയമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ അവരെ ബാധിക്കാത്ത ദുസ്വഭാവങ്ങൾ, ധിക്കാരം, മർക്കടമുഷ്ടി, കുതർക്കം, ദുർവ്യാഖ്യാനം, പൊങ്ങച്ചം, സത്യത്തോടും ന്യായത്തോടും അവഗണന എന്നിവയൊന്നും അവരെ ബാധിക്കുകയില്ല. വിശ്വാസികളുടെ മൂന്നാമത്തെ ഗുണത്തെക്കുറിച്ച് പറയുന്നത്, അവർ രാത്രി സമയത്ത് സാധാരണ ആളുകളെ പോലെ നിദ്രയിൽ മുഴുകി സമയം കഴിക്കുകയില്ല. പകരം നമസ്കാരം, ദിക്റ്, തസ്ബീഹ്, ദുആ, പാപമോചനം തേടൽ ആദിയായവയിൽ വ്യാപൃതരാവും എന്നതാണ്. നാലാമത്തെ ഗുണം, അവരുടെ പ്രാർത്ഥനകളും ആരാധനകളും ഭയപ്പാടും ആശയും കലർന്നുകൊണ്ടുള്ളതായിരിക്കും. തങ്ങളുടെ പാപങ്ങൾ നിമിത്തം തങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷക്കും ശാപകോപങ്ങൾക്കും പാത്രമായേക്കുമോ? തങ്ങളുടെ പ്രാർത്ഥനാ കർമ്മങ്ങൾ അള്ളാഹുവിങ്കിൽ സ്വീകാര്യമാകാതെ വന്നേക്കുമോ? തങ്ങൾ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരുന്നേക്കുമോ? ഇതൊക്കെയാണ് അവരുടെ ഭയം. സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ വാഗ്ദാന ഫലങ്ങൾ, സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ വാഗ്ദാന ഫലങ്ങൾ, അവന്റെ അതിവിശാലമായ കാരുണ്യം, പ്രാർത്ഥനാ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടേക്കുമെന്ന പ്രതീക്ഷ, ഇതെല്ലാം അവർക്ക് ആശയും ആവേശവും നൽകിക്കൊണ്ടുമിരിക്കും. വിശ്വാസികളുടെ അഞ്ചാമത്തെ ഗുണം, അള്ളാഹു തങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ ചിലവഴിക്കുമെന്നുള്ളതാണ്. അവരുടെ വിശ്വാസവും പെരുമാറ്റവും അതിനനുസരിച്ചായിരിക്കും. തങ്ങൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ അതെല്ലാം അള്ളാഹു നൽകിയതാണ് എന്ന വിശ്വാസമായിരിക്കും അവർക്കുണ്ടാവുക. കഴിവുകൾ തങ്ങളുടെ സ്വന്തം പ്രാപ്തി കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ലഭിച്ചതല്ല. അള്ളാഹുവിനും തങ്ങൾക്കുമിടയിലുമുള്ള ബന്ധം യഥാവണ്ണം നിറവേറ്റുന്നത് പോലെ സഹസൃഷ്ടികളോടുള്ള ബന്ധവും അവർ പാലിക്കും. കഴിവിനനുസരിച്ച് ദാനധർമ്മങ്ങളും സഹകരണങ്ങളും ചെയ്യുന്നതിൽ അവർക്ക് പിശുക്കോ വൈമനസ്യോ ഇല്ല. ചോദിച്ചു വരുന്നവർക്കും സംഗതിവശാൽ ചോദിക്കുന്നതിന് തടസ്സം നേരിട്ടുള്ളവർക്കും തങ്ങളുടെ സ്വത്തിൽ നിന്ന് സഹായം നൽകുന്നത് തങ്ങളുടെ കടമയാണെന്നുള്ള നിലക്കാണ് അവരുടെ പെരുമാറ്റം ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോയിൽ ചുരുക്കി 5 ഗുണങ്ങളാണ് വിശദീകരിച്ച് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ ഗുണം, അള്ളാഹുവിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ ഖുർആൻ വചനങ്ങൾ മുഖേന ഉപദേശം നൽകപ്പെട്ടാൽ അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ് എന്നാണ്. രണ്ടാമത്തത്, അവൻ ഗർവ് നടിക്കുകയില്ല എന്നുള്ളതായിരുന്നു. മൂന്നാമത്തേത്, അവർ രാത്രി സമയത്ത് സാധാരണ ആളുകളെ പോലെ നിദ്രയിൽ മുഴുകി സമയം കളയുകയില്ല, അതിനു പകരം ചെയ്യുന്ന കാര്യങ്ങളാണ് വിശദീകരിച്ചത്. നാലാമത്തെ ഗുണമായിട്ട്, അവരുടെ പ്രാർത്ഥനകളും ആരാധനകളും ഭയപ്പാടും ആശയും കലർന്ന് കൊണ്ടുള്ളതായിരിക്കും എന്നതാണ്. അഞ്ചാമത്തേത്, അള്ളാഹു തങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ ചെലവഴിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സൽഗുണവാന്മാരിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.